സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അനുവദിച്ച DA ഈ സാമ്പത്തിക വർഷം മുതൽ 8 ഗഡുക്കളായി വിതരണം ചെയ്യും. DA മുൻകാല പ്രാബല്യത്തോടെ നൽകാൻ നേരത്തെ തന്നെ ഉത്തരവായിരുന്നു. 2026-2027 സാമ്പത്തിക വർഷം നിശ്ചയിച്ച കുടിശ്ശിക ഗഡുക്കളുടെ വിതരണത്തിനുള്ള തുകയും വകയിരുത്തിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അനുവദിച്ചിട്ടുള്ള DA മുൻകാല പ്രാബല്യത്തോടെ തന്നെ നൽകാൻ നേരത്തെ തന്നെ ഉത്തരവായതാണ്. പെൻഷൻകാരുടെ DR കുടിശ്ശികയും ലഭിക്കും. നേരത്തെ അനുവദിച്ച DA DR ഗഡുകൾക്കൊപ്പം മുൻകാല പ്രാബല്യം നൽകിയാണ് കുടിശ്ശിക അനുവദിച്ചിരുന്നത്. UGC, IICTE മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്കീമിൽ ഉൾപ്പെട്ട അധ്യാപകർക്കും ഇത് ലഭിക്കുമെന്നാണ് വിവരം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകേണ്ട മുഴുവൻ DAയും DRും ഇതിനകം തന്നെ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ അനുവദിച്ച DAയുടെയും DRന്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുമെന്നാണ് അന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത്. 2026-27 സാമ്പത്തിക വർഷം നിശ്ചയിച്ച കുടിശ്ശിക ഗഡുക്കളുടെ വിതരണത്തിനുള്ള തുകയും വകയിരുത്തിയിട്ടുണ്ട്. 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച 7% ക്ഷാമബത്ത 2021 ഏപ്രിലിലെ ശമ്പളത്തിനൊപ്പമാണ് വിതരണം ചെയ്തത്. തുടർന്ന് 5 തവണയായി ഓരോ ഗഡു വീതം ക്ഷാമബത്തയും അനുവദിച്ചിരുന്നു. തത്തുല്യമായി ക്ഷമാശ്വാസവും ലഭ്യമാക്കിയിട്ടുണ്ട്. കുടിശ്ശികയായിരുന്ന 13% ക്ഷാമബത്തയും ക്ഷമാശ്വാസവും ഫെബ്രുവരിയിലും മാർച്ചിലുമായാണ് അനുവദിച്ചിരുന്നത്. മുഴുവൻ DA DRനും അനുവദിക്കേണ്ട യഥാർത്ഥ കാലാവധി കണക്കാക്കിക്കൊണ്ട് മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ടായിരുന്നു കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. ഇത് ഈ സാമ്പത്തിക വർഷം മുതൽ 8 ഗഡുക്കളായി വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.